ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ അനാലിസിസ് ആണ്. അപ്പോൾ ഫങ്ഷണൽ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഫങ്ഷണൽ അനാലിസിസ്? എന്താണ് ഫങ്ഷണൽ അനാലിസിസ്? ഇങ്ങനെ ഒരു സബ്ജക്റ്റിന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ അനാലിസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. റിയൽ അനാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ്? ലിമിറ്റ്സിനെ കുറിച്ചാണ്. ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, കൺവേർജൻസ്, കംപ്ലീറ്റ്നെസ് എക്സെട്ര അങ്ങനത്തെ കാര്യങ്ങളാണ് റിയൽ അനാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിന്റെ ലിമിറ്റ്സ്, അങ്ങനെ കൺവേർജൻസ്, അതിന്റെ കൺവേർജൻസിനെ കുറിച്ചിട്ട്, കണ്ടിന്യൂറ്റിയെ കുറിച്ചിട്ട്, ഇതൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിയൽ അനാലിസിസിൽ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു വെക്ടർ സ്പേസ് എടുത്ത് നോക്കാം. ഒരു വെക്ടർ സ്പേസ് എടുത്താൽ അതിനൊരു ലീനിയർ മാപ്പ് ഡിഫൈൻ ചെയ്താൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നില്ല? ലിമിറ്റ്സിനെ കുറിച്ചിട്ടും കണ്ടിന്യൂറ്റിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസിനെ കുറിച്ചിട്ടും ഇതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അല്ലെ, ഒരു സ്പേസിന്റെ കംപ്ലീറ്റ്നെസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കൺവേർജൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കണ്ടിന്യൂറ്റിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇതൊന്നും വെക്ടർ സ്പേസ് നമ്മൾ ഇതുവരെ ഡിഫൈൻ ചെയ്യാതെ അല്ലെങ്കിൽ ഇതുവരെ നമ്മളത് പഠിക്കാതെ ഇരുന്നത് എന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ആദ്യം നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് റിയൽ അനാലിസിസ് ഇതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ ലിമിറ്റിന്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ആണെന്ന് പറയുന്ന എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? For every epsilon greater than 0, there exists a delta greater than 0 such that whenever modulus of x minus c is less than delta, which implies modulus of f of x minus p is less than epsilon. Okay, ഇതെല്ലാം നമ്മൾ ഒന്നുകൂടി മാറ്റി എഴുതിയാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇത് നമുക്ക് മാറ്റി എഴുതിയ സ്റ്റേറ്റ്മെന്റ് മാറ്റി എഴുതിയാൽ whenever x belongs to b delta of c will imply f of x belongs to b epsilon of p. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ലിമിറ്റ്സും കണ്ടിന്യൂറ്റിയും ഒക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്പൺ ബോൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഓപ്പൺ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ യൂഷ്വലി ഇവിടെ നമ്മൾ യൂഷ്വലി ഒരു മെട്രിക് ഉപയോഗിച്ചു അല്ലെ, ഒരു മെട്രിക് നമ്മളിവിടെ യൂസ് ചെയ്തു, മോഡുലസ് ഉള്ള യൂഷ്വൽ മെട്രിക് നമ്മളിവിടെ യൂസ് ചെയ്തു. അപ്പോൾ ഒരു സ്പേസിൽ നമുക്ക് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കൺവേർജൻസ്, ലിമിറ്റ്സ് ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്ത് മെൻഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ലിമിറ്റ്സിനെ കുറിച്ചിട്ടും കണ്ടിന്യൂറ്റിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ വെക്ടർ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ ആയത് നമ്മുടെ മെട്രിക് അല്ല, അത് കാരണം നമ്മൾ പിന്നീട് പറയും. ആ ഒരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും, നോം എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂറ്റിയെ കുറിച്ചും കൺവേർജൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഫംഗ്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി അബൌട്ട് ലിമിറ്റ്സ് ഇൻ എ വെക്ടർ സ്പേസ്. ഒരു വെക്ടർ സ്പേസിൽ ലിമിറ്റ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് നമ്മൾ ഫംഗ്ഷണൽ അനാലിസിസ്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഒരു ഭാഗം മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത് ഫംഗ്ഷണൽ അനാലിസിസിലെ ലിമിറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പൊ ആദ്യം നമ്മൾ ലിമിറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയിലെ വെക്ടർ സ്പേസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? വെക്ടർ സ്പേസിലെ നമ്മൾ പ്രിലിമിനറീസ് ആയിട്ട് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്? വെക്ടർ സ്പേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് വെക്ടർ സ്പേസിന്റെ ഫസ്റ്റ് ഫണ്ടമെന്റൽ പഠിച്ചിട്ടുള്ളത് വെക്ടർ സ്പേസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, വാട്ട് ഈസ് വെക്ടർ സ്പേസ്? എന്താണ് വെക്ടർ സ്പേസ് ഓർ ലീനിയർ സ്പേസ്? പിന്നെ പഠിച്ചിട്ടുള്ളത് അതിന്റെ സബ് സ്പേസുകളെ കുറിച്ചാണ്. ഓക്കെ, പിന്നെ ലീനിയർലി ഇൻഡിപെൻഡന്റ്, ഒരു സെറ്റ് എന്നാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് പഠിച്ചു. ഡിപെൻഡന്റ്, ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ഓർ ലീനിയർലി ഡിപെൻഡന്റ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്പാനിങ് സെറ്റുകളെ കുറിച്ചാണ്. സ്പാനിങ് സെറ്റ്. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് ബേസിസ്. എന്താണ് ബേസിസ് എന്നുള്ളത് നമ്മൾ നോക്കി. ഓക്കെ, വെക്ടർ സ്പേസിന്റെ ബേസ് എന്താണ്? എപ്പോഴും ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസ് ഉണ്ടായിരിക്കും. അതിന്റെ എക്സ്റ്റൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ പറഞ്ഞത് നമ്മള് ലീനിയർ മാപ്പിംഗ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണത് ലീനിയർ മാപ്പിംഗ്സ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോഷ്യന്റ് സ്പേസ് ആണ്. ഇത് നോക്കാം. വെക്ടർ സ്പേസ്, സബ് സ്പേസ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്, സ്പാനിങ് സെറ്റ്, ബേസിസ്, ലീനിയർ മാപ്പിംഗ്സ് ആണ് കോഷ്യന്റ് സ്പേസ്. ആദ്യത്തെ ഈ ഒരു ഇതുവരെ ലീനിയർ മാപ്പിംഗ്സ് വരെയുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള അതിന്റെ ജോമെട്രി, അതിന്റെ ഏകദേശം ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ട് അല്ലെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ കോഷ്യന്റ് സ്പേസ് എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ധാരണ നമ്മൾ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഇതിനെ പറ്റിയുള്ള ചെറിയൊരു ഡിസ്കഷൻ നമ്മളിവിടെ പറയും. വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഫസ്റ്റ് നമുക്ക് വെക്ടർ സ്പേസ് നോക്കാം. വെക്ടർ സ്പേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്ടേഴ്സ് വേണം, E വേണം,
ആൻഡ് ഫീൽഡ്, ഒരു ഫീൽഡ് വേണം. നമ്മൾ ഈ സെക്ഷനിൽ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്ന ഫീൽഡ് ആർ ഓർ സി. ആർ ഓർ സിയിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത്. എ ഇ പ്ലസ് ഡോട്ട്, ഈ ട്രിപ്ലെറ്റിനാണ് നമ്മൾ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. ഈ പ്ലസ് എന്നുള്ളതായിരിക്കണം ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം, അബീലിയൻ ഗ്രൂപ്പ് ഫോം ചെയ്യണം. ഓക്കെ, ആൻഡ് ഡോട്ടിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ്? ഡോട്ട് ഈസ് എ മാപ്പ് ഫ്രം ആർ ഓർ സി ഫീൽഡ് ഓഫ് സ്കാലേഴ്സ് ക്രോസ് ബി ടു, സോറി ബി അല്ല, ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നൊട്ടേറ്റ് ചെയ്യുന്നത് ഇ ആണ്, എഫ് ക്രോസ് ഇ ടു ഇ. ഓക്കെ, സാറ്റിസ്ഫൈങ് സം പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ്? എ എന്നുള്ളത് ഫീൽഡ് എടുത്തു, E1 plus E2 is equal to AE1 plus AE2 and A1 plus A2 is equal to A1E plus A2E and 1 into E is equal to E. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വെക്ടർ സ്പേസിലെ ഡോട്ടിന്റെ. ഈ ഡോട്ട് ഇങ്ങനത്തെ ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യാണ് വിത്ത് ഇ പ്ലസ് ഇസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രിപ്ലെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഏറ്റവും ട്രിവിയൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞത് നമുക്കറിയാം. എന്ത് എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ പറയുന്നതാണ് ബി ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 0 ഓവർ എനി ഫീൽഡ്. ഏതൊരു ഫീൽഡ് എടുത്താലും ഈ ഈക്വൽ സിംഗിൾട്ടൺ സെറ്റ് 0 എന്താണ്? ഒരു വെക്ടർ സ്പേസ് ആണ്. രണ്ടാമത് നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആണ് ആർ ഓവർ ആർ. ഓക്കെ, ആർ ഓവർ ആർ. അതുപോലെ തന്നെ സി ഓവർ ആർ, സി ഓവർ സി. ഓക്കെ, എനി ഫീൽഡ് വിത്ത് ദ subfield over the subfield, any field over the subfield. Okay, any field over the subfield. ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സബ്ഫീൽഡ്. നാലാമത്തെ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ Rn ഓവർ R. ഓക്കെ, വേറെ എക്സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ദി ഇന്റർവെൽ AB. AB എന്ന ഇന്റർവെല്ലിലുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കളക്ഷൻ എടുക്കുക ഓർ ആർ ഓഫ് സി. ഓക്കെ, 6th എക്സാമ്പിൾ സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ്. സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ്, സീക്വൻസസിന്റെ കളക്ഷൻ എടുത്താൽ എന്ത് ചെയ്യും? ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. നമ്മൾ ഈ സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുന്ന ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ കൺവേർജന്റ് സീക്വൻസസ്, സെറ്റ് ഓഫ് ഓൾ convergent sequences. For example, convergent sequences with converges to 0. ഇതിനെ നമുക്ക് C എന്ന് ഡിനോട്ട് ചെയ്യാം, ഇതിനെ നമുക്ക് C0 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, set of all convergent sequences converges to 0. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ഒരു പോർഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ പറയും. ഇത്ര എക്സാമ്പിൾസ് നമുക്ക് ഒരു വെക്ടർ സ്പേസിന്റെ ഏകദേശം ജിയോമെട്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് അടുത്ത് പറയുന്നത് സബ്സ്പേസുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഏതൊരു സ്പേസ് ഡിഫൈൻ ചെയ്താലും തൊട്ടടുത്ത് തന്നെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? അതിന്റെ സബ്സ്പേസുകളെ കുറിച്ചാണ്. ഓക്കെ, ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്ത് നമ്മൾ സബ് ഗ്രൂപ്പിനെ പറ്റി ഡിഫൈൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ എന്നുള്ളൊരു വെക്ടർ സ്പേസ് നമുക്ക് തന്നു, അതിന്റെ സബ്സ്പേസ് എന്തായിരിക്കും? E1 is a subspace. നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആരോ ഉപയോഗിച്ചിട്ടാണ്. E1 is a subspace of E when E1 is closed under E1 is closed under plus and dot. Okay, plus and dot എന്താണ്? E1 closed under ആണെന്നുണ്ടെങ്കിൽ നമുക്ക് E1 is a subspace of E എന്ന് പറയാം. ഇവിടെ നമുക്ക് E1 is closed under plus and dot എന്ന് പറയുമ്പോൾ E1 is closed under plus എന്ന് കിട്ടും. And E1 is a subspace of E plus. അല്ലേ? subset of E ആണ്. First E1 is a subset of E ആയിരിക്കണം. Okay, E1 is a subset of E ആയിരിക്കണം. And E1 is closed under plus and dot, then E1 is a subspace of E. E1 is a subspace of E. ഇവിടെ നമുക്ക് E plus ഉണ്ട്, E plus ഉണ്ട്, E plus an abelian group. E1 is a subset of E and E1 is closed under addition. So ഇത് നമുക്ക് എന്താ പറയാൻ പറ്റും? E1 is a subgroup of E. E1 is a subgroup of E. ഇനി E എന്നുള്ളത് അബീലിയൻ ഗ്രൂപ്പ് ആണ്. E under addition എന്താണ്? അബീലിയൻ ഗ്രൂപ്പ് ആണ്. And E1 is a subgroup of E. എന്ന് നമുക്ക് പറയാൻ പറ്റും E1 is a normal subgroup of E1 is a normal subgroup of E. അങ്ങനെ ഇവിടെ പറയാൻ കാരണം നമ്മൾ പോർഷൻ സ്പേസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കിത് ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ E1 is a normal subgroup of E. നമ്മൾ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ട്രിവിയൽ എക്സാമ്പിൾ? E under addition, E dot plus dot എന്നുള്ളതൊരു വെക്ടർ സ്പേസ് ആണെങ്കിൽ ട്രിവിയൽ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്?
and E are subspecies. Okay, singletons is 0 and E are subspecies. രണ്ടാമത് നോക്കാം. R2 എടുത്തു. R2 subspecies ഏതൊക്കെ വരിക? Set of all lines passing through origin. Okay, set of all lines passing through origin and singletons is 0 and R2 itself are subspecies. മൂന്നാമത്തെ നമുക്ക് നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്ത സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് അല്ലേ? സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് നമുക്ക് എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ കൺവേർജന്റ് സീക്വൻസസ്. കൺവേർജന്റ് സീക്വൻസസ് നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്തു. ആൻഡ് ഇത് കഴിഞ്ഞാൽ സി നോട്ട് വരും. ഓക്കെ, സി നോട്ട് വരും. കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാത്ത സി നോട്ട് നോട്ട് വരും. സി നോട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി മെനി ടേംസ് ആണ്. അതായത് കൺവേർജ് ചെയ്യുന്ന സീറോയിലേക്ക് ആയിരിക്കും അതിന്റെ ഇൻഫിനിറ്റി മെനി ടേംസ് ആർ 0. 0 ആയിട്ട് കൺവേർജ് ചെയ്യുന്ന സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഇതാണ് സി നോട്ട് നോട്ട്. സോ സി നോട്ട് നോട്ട് is a subset of C naught is a subset of C is a subset of S. ഓക്കെ, നമുക്ക് ഇത് മാറ്റി എന്ത് ചെയ്യാം? സബ്സ്പേസ് തന്നെ എടുക്കാം. നമുക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം സബ്സ്പേസ് ആണോ അല്ലെന്നുള്ളത് ചെക്ക് ചെയ്യാം. C naught naught is a subspace of C naught is a subspace of C is a subspace of set of all sequences. ഓക്കെ, സബ്സ്പേസ് ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ക്ലോസ് നമ്പർ ആണ് ചെക്ക് ചെയ്യാൻ ആൽഫ എടുക്കുക. ആൽഫ ബിലോങ്സ് ടു E1 എടുക്കുക ആൻഡ് ബീറ്റ ബിലോങ്സ് ടു E1 എടുക്കുക ആൻഡ് C ബിലോങ്സ് ടു F. F എന്നുള്ള ഫീൽഡ് ഓഫ് സ്കാലേഴ്സ് എടുത്താല് C ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു E1 ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അവിടെ എന്തായാലും രണ്ടും ക്ലോസ് നമ്പർ ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? C എടുക്കുക, C ആൽഫ ഉണ്ടോ എന്ന് നോക്കുക, ആൽഫ പ്ലസ് ബീറ്റയും ഉണ്ടോ എന്ന് നോക്കുക. എന്ത് ചെയ്യാൻ മതി? നമുക്ക് E1 എന്നുള്ള ഒരു സബ്സ്പേസ് ആണോ അല്ലെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് സബ്സ്പേസിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ കോഷ്യൻ സ്പേസിൽ നമുക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു, വെക്ടർ സ്പേസ് ഡിസ്കസ് ചെയ്തു, സബ്സ്പേസ് ഡിസ്കസ് ചെയ്തു. അടുത്ത ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെറ്റുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സെറ്റ് എസ് എടുത്തു. എസിൽ കുറച്ച് വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. xn is a subset of E. ഓക്കെ, ഇത് എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം? സപ്പോസ് there is a linear combination a1 x1 plus etc plus an xn which is equal to 0. എങ്ങനെയുണ്ടെന്ന് വിചാരിക്കാം? will imply ai equal to 0 for all I. Okay, ai equal to 0 for all I. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ സെറ്റ് S എന്നുള്ള സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. or this set of vectors are linearly independent. സോ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ R2 ൽ നമുക്ക് 1 1 എടുക്കാം ആൻഡ് 2 3 എടുക്കാം. ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അതേപോലെ എടുത്തു നോക്കുക C1 × 1 1 plus C2 × 2 3 which is equal to 0 0. അടുത്ത 0 എന്താണ്? 0 0 ആണ്. R2 ൽ 0. So C1 plus 2 C2 is equal to 0 and C1 plus 3 C2 is equal to 0. Equation is minus ചെയ്താല് C2 is equal to 0 will imply that C1 is equal to 0. So all the coefficients, scalar coefficients are 0. So these set are linearly independent. Okay. അതുപോലെ നമുക്ക് R ലെ linearly independent ആയിട്ടുള്ള സെറ്റുകൾ ഏതൊക്കെയാണ്? R ലെ linearly independent ആയിട്ടുള്ള സെറ്റുകൾ സിംഗിൾട്ടൺ സെറ്റ്സ് ആണ്. സിംഗിൾട്ടൺ സെറ്റ്സ് ഒക്കെ linearly independent ആണ് where a not equal to 0. നോൺ സീറോ ആയിട്ടുള്ള എല്ലാ ലീനിയർലി സിംഗിൾട്ടൺ സെറ്റുകളും R ൽ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. സോ നമുക്ക് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് എപ്പോഴാണ് പറയാം? ലീനിയർലി ഡിപെൻഡന്റ് ആണെങ്കിൽ എന്ന് പറയാം a1 x1 plus etc plus an xn is equal to 0 not all ai's are 0. not all ai's are 0. അത് നമുക്ക് എന്താ പറയാം? a1 x1 plus etc plus an xn equal to 0 ആയിട്ട് എല്ലാ aകളും 0 അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു a അവിടെ 0 അല്ലാതെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സപ്പോസ് ഞാൻ a എന്നത് a1 ആണ് എടുത്തു. സോ a1 x1 is equal to നമ്മൾ എങ്ങനെ എഴുതാം? minus a1 minus a2 x2 minus a3 x3 etc minus an xn എന്ന് എഴുതാം. ഓക്കെ, x1 ഇവിടെ നിർത്തി. x1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു വെക്ടർ ആണ്. വെക്ടർ ലെവലിൽ ഡിവിഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, മൾട്ടിപ്ലിക്കേഷൻ വരെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡിവിഷൻ പറ്റില്ല. x1 so minus a2 by a1 x2 minus a3 by a1
x3 etc minus an by a1 xn. So x1 നെ എനിക്ക് ബാക്കിയുള്ള ഈ വെക്ടേഴ്സിന് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റി അല്ലേ? x1 നെ എനിക്ക് ബാക്കിയുള്ള ലീനിയർ വെക്ടേഴ്സിന് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റി. സോ ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപെൻഡന്റ്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ ഇതാണ് നമ്മൾ പറഞ്ഞത്, not all a is a 0. സോ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റും ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റും എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ മുൻപ് ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ അതിനെക്കുറിച്ച് ഇവിടെ കൂടുതൽ മെൻഷൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് സ്പാനിങ് സെറ്റ്? ഓക്കെ, സ്പാനിങ് സെറ്റ് എന്താണെന്ന് നോക്കാം. എം എന്നുള്ള സെറ്റ് എടുത്തു. Vector set of vectors xn. This is a subset of E. Then L of M എന്നുള്ളത് ഡിഫൈൻ ചെയ്യാണ്. സെറ്റ് ഓഫ് ഓൾ a1 x1 plus etc plus an xn such that ai belongs to f field of scalars. അതായത് ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സിന്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു സബ്സ്പേസ് ഓഫ് E ആയിരിക്കും അല്ലെ? കാരണം നമുക്ക് രണ്ട് എലിമെന്റ്സ് എടുക്കാം. a1 x1 plus etc plus an xn എടുത്തു and b1 x1 plus etc plus bn xn എടുത്തു. അത് ആഡ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും a1 plus b1 x1 plus a2 plus b2 x2 etc കിട്ടും. അപ്പോൾ ക്ലോസ് ലെറ്റർ അഡീഷൻ. ഇനി സ്കാലർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണോ നോക്കിയാൽ മതി. ഓക്കെ, സ്കാലർ മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആയിരിക്കും. സോ ദിസ് ഇസ് എ സബ്സ്പേസ് ഓഫ് E and which contains m. m നെ ഇത് കണ്ടെയ്ൻ ചെയ്യും. കാരണം a1 പോസിബിൾ ആയ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ആണ്. a1 നെ എനിക്ക് ഞാൻ 1 കൊടുത്തു, a1 ന് 1 കൊടുത്തു, a2 etc an വരെ ഉണ്ടെങ്കിൽ 0 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? x1 കിട്ടും. അപ്പോൾ x2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? a2 ന് 1 കൊടുത്തിട്ട് ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യുക? 0 കൊടുക്കുക. അത് മതി. അങ്ങനെ നമുക്ക് x1 etc xn and so m is a subset of L of m. ഇനി ഞാൻ വേറൊരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. x is the intersection of all E alpha such that E alpha is a subspace of E and M is a subset of E alpha. ഇങ്ങനെ സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്തു. X is the intersection of all E alpha such that E alpha is a subspace of E and M is a subset of E alpha. എന്താണ്? M നെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസ് E ആൽഫകളും എടുത്താൽ, അതിന് ഇന്റർസെക്ഷൻ എടുത്താൽ ആ സെറ്റാണ് X. സോ X നെ നമുക്ക് എന്ത് പറയാം? X is the smallest subspace. X is the smallest subspace containing M. അല്ലെ? X is the smallest subspace containing M. നമുക്ക് എന്താ അറിയാം? L of M എന്നുള്ളത് ഒരു സബ്സ്പേസ് ആണ് which contains M and X is the smallest subspace containing M. So X is a subset of L of M. X is a subset of L of M. Okay. ഇനി ഞാൻ L of M ലെ ഒരു എലിമെന്റ് എടുത്തു. X belongs to L of M എടുത്തു. So X can be written as a1 x1 plus etc plus an xn. ഇത് നോക്കുക, x നെ L of M ൽ എടുത്താൽ x നെ ഈ ഒരു രൂപത്തിൽ എഴുതാൻ പറ്റും, ഈ ഒരു കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. സോ a1 x1 plus ഈ വെക്ടേഴ്സിന്റെ പ്രത്യേകത എന്താ? x1 etc xn m ആണ് അല്ലേ? m സബ്സെറ്റ് ഓഫ് E ആൽഫ ആണ്. E ആൽഫ എന്ന എല്ലാ സെറ്റുകളും നമ്മൾ ഇവിടെ x നെ എടുത്തിട്ടുള്ളത്, x നെ എടുത്തിട്ടുള്ളത്. സോ ഈ ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും? എല്ലാ E ആൽഫകളിലും ഉണ്ടായിരിക്കും. ബിക്കോസ് E ആൽഫ ആർ സബ്സ്പേസ് ഓഫ് E. E ആൽഫ സബ്സ്പേസ് ആയതുകൊണ്ട് x1 etc xn ന്റെ ലീനിയർ കോമ്പിനേഷൻ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്താലും അതിലുണ്ടായിരിക്കണം, കാരണം ക്ലോസ് സെന്റർ ആയിരിക്കണം. സോ x belongs to E alpha for all alpha and which is such that n subset of E alpha. What does this ഇതെന്താണ് ഇവിടെ എഴുതുന്നത്? x belongs to x. And x belongs to E alpha for all E alpha implies x belongs to intersection E alpha. Okay, x belongs to intersection E alpha, so x belongs to x. So നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? x belongs to L of M എടുത്ത് x belongs to x കിട്ടി. So L of M is a subset of x. Okay, L of M is a subset of x. കണ്ടതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? implies x is equal to L of M. Okay, അപ്പോൾ L of M എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് ലീനിയർ ആൾജിബ്രയിൽ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ ഇതെന്താണ്? പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഈ വെക്ടേഴ്സിന്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എടുത്താൽ അതിന് നമ്മൾ എന്ത് പറയും? ലീനിയർ സ്പാൻ ഓഫ് M എന്ന് പറയും. ലീനിയർ സ്പാൻ ഓഫ് M എന്ന് പറയും. സോ നമുക്ക് പുതിയൊരു ഡെഫിനിഷൻ കിട്ടി. ലീനിയർ സ്പാൻ ഓഫ് M is equal to x. x എന്ന് പറഞ്ഞാൽ ലീനിയർ സ്പാൻ ഓഫ് M നെ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? M എന്നൊരു സെറ്റ് തന്നാല് അതിന്റെ ലീനിയർ സ്പാൻ എന്നുള്ളത് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളുടെയും ഇന്റർസെക്ഷൻ ആണ് ലീനിയർ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലീനിയർ സ്പാൻ നമുക്ക് പുതിയൊരു ഡെഫിനിഷൻ കിട്ടി. ഇനി നമ്മള് സ്പാൻ ചെയ്യുന്നത്, നമുക്ക് സ്പാൻ ചെയ്യുമ്പോൾ
ഓൾ എലമെന്റ് ഈ എല്ലാ എലമെന്റുകളും ഈയിലുള്ള എല്ലാ എലമെന്റുകളും കിട്ടിയെന്ന് വിചാരിക്കാം. L of m, suppose L of m is equal to E ആണെന്ന് വിചാരിക്കാം. Then we say that L of m spans M spans E. ഇനി സപ്പോസ് M ലീനിയർലി ഇൻഡിപെൻഡന്റ് കൂടെയാണ് വിചാരിക്കാം. M spans E and M is linearly independent. Independent നമ്മൾ പറഞ്ഞു. Then M is a basis of E. Is a basis of E. And നമ്മൾ ഇവിടെ എടുത്തത് x1 etc x എന്നുള്ള n എലമെന്റ്സ് ആണ്. So dimension of E is equal to n. മുമ്പ് പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോവാണ്. സോ സ്പാനിങ് സെറ്റ് പറഞ്ഞു, ബേസിസും പറഞ്ഞു. ഇനി നമുക്ക് ലീനിയർ മാപ്പിംഗ്സ് ആണ് പറയാനുള്ളത്. ഡെഫിനിഷൻസ് മാത്രം പറയുന്നുള്ളൂ, ലീനിയർ മാപ്പിംഗ്സ് പറയാം. ലീനിയർ മാപ്പിംഗ്സ് പറയുന്നുണ്ടെങ്കിൽ അതൊരു മാപ്പിംഗ് ആണ്, ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് ഒരു ഡൊമൈനും വേണം, ഒരു കോഡൊമൈനും വേണം. സോ ഡൊമൈനായിട്ട് നമ്മൾ എടുക്കുന്നത് E1 ആൻഡ് E2 ആർ വെക്ടർ സ്പേസ്. വെക്ടർ സ്പേസ് പറയുമ്പോൾ നമ്മൾ സാധാരണ ഫീൽഡ് പറയണം. ഇവിടെ നമ്മൾ എടുക്കുന്ന ഫീൽഡുകൾ R or C ആണ്. പക്ഷെ നമ്മളിവിടെ ലീനിയർ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുമ്പോൾ E1 ൽ നിന്ന് E2 ലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ A എടുക്കാം. A ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ E1 to E2, E1 ഉം E2 ഉം സെയിം ഫീൽഡിലായിരിക്കണം, ഓവർ ദി സെയിം ഫീൽഡിലായിരിക്കണം. E1 to E2, A from E1 to E2 satisfying A of x1 plus x2 is equal to ax1 plus ax2 and A of ax is equal to A into A of x, satisfying these two properties. Okay, this is the linear mapping. Okay, linear mapping നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ലീനിയർ മാപ്പിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് റാങ്ക് നള്ളിറ്റി തിയറം. ഓക്കെ, റാങ്ക് നള്ളിറ്റി തിയറം പറയുന്നത് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, E1 എന്തായിരിക്കണം, ഫൈനൈറ്റ് ഡയമെൻഷനിൽ ആയിരിക്കണം. E2 നെ പറ്റി നമ്മൾ ബോധ ചെയ്യേണ്ട ആവശ്യമില്ല. E1 എന്തായിരിക്കണം, ഫൈനൈറ്റ് ഡയമെൻഷനിൽ ആയിരിക്കണം. ഓക്കെ, റാങ്ക് നള്ളിറ്റി തിയറം നമ്മൾ പറഞ്ഞു. റാങ്ക് നള്ളിറ്റി തിയറം നമ്മൾ പറയുന്നത് കേർണൽ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇമേജ് So kernel of എന്താണ്, set of all x belongs to E1 such that ax is equal to 0. 0 ലേക്ക് E1 E2 ലുള്ള 0 ലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ x കളുടെയും കളക്ഷൻ which is a subset of E1 and image ചെയ്യുന്നത് എന്താണ്, x കളുടെ ഇമേജ് under ax such that x belongs to E1 which is a subset of E2. ഇത് E2 ലുള്ള സബ്സെറ്റ് ആണ്, എന്താണ് E1 ലുള്ള സബ്സെറ്റ് ആണ്. ആൻഡ് സബ്സെറ്റ് അല്ല, ഇതെന്താണ് സബ്സെറ്റ് ആണ് മാത്രമല്ല അത് സബ്സ്പേസും കൂടിയാണ്. ഓക്കെ, സബ്സ്പേസ് നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് ക്ലോസ് നമ്പർ ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. സോ കേർണൽ ഓഫ് ഡിഫൈൻ ചെയ്തു, ഇമേജ് ഓഫ് ഡിഫൈൻ ചെയ്തു, പിന്നെ റാങ്ക് നള്ളിറ്റി തിയറം. സോ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് കോഷ്യന്റ് സ്പേസ് ആണ്. സോ അതൊരു കുറച്ചുകൂടെ ഒരു പുതിയൊരു ടേം ആണ് കോഷ്യന്റ് സ്പേസ്. നമ്മൾ ഗ്രൂപ്പ് ഒക്കെ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ കോഷ്യന്റ് ഗ്രൂപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മളിവിടെ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്തിട്ട് നമ്മളിവിടെ കോഷ്യന്റ് സ്പേസ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തിട്ട് അതിന് കോഷ്യന്റ് സ്പേസ് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള എന്തായിരുന്നു, ഒരു നോർമൽ സബ് ഗ്രൂപ്പ് അല്ലെ, ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സബ് ഗ്രൂപ്പ് ആവണം. അപ്പൊ നമുക്കിവിടെ ഒരു വെക്ടർ സ്പേസ് E ഉണ്ട്, ആൻഡ് അതിന്റെ സബ് സ്പേസ് E1 സബ് സ്പേസ് ഓഫ് E ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, E1 is a subspace of E. ഇത് നമ്മൾ കോഷ്യന്റ് സ്പേസ് ഡിഫൈൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് E over E1 which is the set of all box x such that x belongs to E1. ഇതിന്റെ ജിയോമെട്രിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ E over E1 is the set of all box x which is equal to x plus E1 cos x കളുടെ കളക്ഷൻ such that x belongs to so that x belongs to ഇങ്ങനെ സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നോൺ-എംപ്റ്റി ആണെന്ന് നോക്കണം. എന്ത് ചെയ്താൽ മതി, 0 ഉണ്ടാവും. x എന്നുള്ള എലിമെന്റ് വരെ നമ്മുടെ 0 എടുത്തു, x belongs to അല്ല x plus E1. ഓക്കെ, x ന് പകരം x എന്നുള്ളത് E-ലുണ്ട് അല്ലെ, x എന്നുള്ളത് E-ലുണ്ട്. സോ x എന്തായാലും 0 ആയിരിക്കും. 0 എന്ന എലിമെന്റ് എപ്പോഴും E-ലുണ്ടായിരിക്കും. സോ 0 എന്നുള്ളത് പറഞ്ഞാൽ ഇവിടെ 0 plus E1 ചെയ്താല് E1 തന്നെ കിട്ടും. സോ ദിസ് ഈസ് നോൺ-എംപ്റ്റി.
എന്താണ് നോൺ എംപ്റ്റി ആണ്. അപ്പൊ നോൺ എംപ്റ്റി സെറ്റ് കിട്ടി. ഇനി നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം? പ്ലസും ഡോട്ടും ഡിഫൈൻ ചെയ്യണം. പ്ലസും ഡോട്ടും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പ്ലസ് എന്താണ്? ഇ ക്രോസ് ഇ ഓവർ ഇ വൺ ക്രോസ് ഇ ഓവർ ഇ വൺ ടു ഇ ഓവർ ഇ വൺ. ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം, കാരണം അബിലിയൻ ഗ്രൂപ്പ് ആവണല്ലോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പ്ലസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് എക്സ് പ്ലസ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ആൻഡ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ഈ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വെക്ടർ സ്പേസിന്റെ ഡെഫിനിഷൻസ്, അതായത് പ്ലസിന്റെ ഡോട്ടിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ഇതൊരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. അത് കുഴപ്പമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡിഫൈൻ ചെയ്തതാണ്. സോ ഇത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇ ഓവർ ഇ വൺ ആൻഡ് ഇ ഓവർ ഇ വൺ under addition, this addition and this scalar multiplication is a vector space എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, e over e1 under addition and scalar multiplication is a vector space എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്ത് ചെയ്താലും ഈ പ്ലസും ഈ ഡോട്ടും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഒന്ന് the addition and scalar multiplications are well defined. Okay, addition and scalar multiplication are well defined. ഒന്ന് പ്രൂവ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ പ്രൂഫ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്റെ തിയറി പറഞ്ഞു പോകാം. ഓക്കെ, ഇ ഓവർ ഇ വൺ അണ്ടർ അഡീഷൻ ആൻഡ് എന്താണ് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് ഇതിന്റെ ജോമെട്രി മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് തന്നെ വെക്ടർ സ്പേസ് ആണ്. നമുക്ക് ആ ഒരു കാര്യം, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. സപ്പോസ് നമ്മൾ അത് അസ്യൂം ചെയ്തു, നമ്മളിത് വെക്ടർ സ്പേസ് ആണെന്ന് പറയുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ജോമെട്രി മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? R2 ചെക്ക് ചെയ്യാന്നുള്ളതാണ്. R2 അതിന്റെ സബ്സ്പേസ് എടുത്തിട്ട് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന്റെ ജനറൽ ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് കയ്യിലുള്ള വെക്ടർ സ്പേസ് R2 ആണ് ഓവർ ദി ഫീൽഡ് R2 പ്ലസ് ഡോട്ട്. ഇവിടെ പ്ലസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കമ്പോണന്റ് വൈസ് അഡീഷൻ, ഡോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. R2ന്റെ ഒരു സബ്സ്പേസ് ഏതാണ് നമ്മൾ പറഞ്ഞത്? സബ്സ്പേസുകൾ എങ്ങനെ പറഞ്ഞത്? സെറ്റ് ഫോർ ലൈൻസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. അപ്പൊ അതിന് y ആക്സിസ് കിട്ടും. ഇനി R2 ഓവർ y നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരുന്നത്? ബോക്സ് എക്സുകളാണ് such that which is equal to x plus y such that x belongs to R2. R2 ഒരു വെക്ടർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് x plus y കളാണ് അല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇതിനു മുമ്പ് നമുക്കൊരു കാര്യം നോക്കാം. R2 പ്ലസ് ഡോട്ട് yx അല്ലേ, yx ന്റെ സബ്സ്പേസ്. then R2 ലെ റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. റിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് എലമെന്റ്സ് തമ്മിലുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. x related to y if and only if x minus y belongs to y. Okay, x related to y if and only if x minus y belongs to y എന്നുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, y എന്നുള്ളത് yx ആണ്. അപ്പോൾ x എന്നുള്ള വെക്ടർ ഞാൻ ab എന്നുള്ള വെക്ടർ എടുത്തു. R2 ന്റെ വെക്ടർ അതുകൊണ്ട് ab. so ab related to a dash b dash if and only if ab minus a dash b dash belongs to y. Okay, what does it mean? ഇതെന്താണ്? a minus a dash b minus b dash belongs to y. ഇനി y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? x axis ആണല്ലേ. ഇവിടെ നോക്കാം. y എന്ന് പറയുമ്പോൾ അവിടെ x കോർഡിനേറ്റ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. y കോർഡിനേറ്റ് x കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. y കോർഡിനേറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇത് x ആക്സിസ് ആണ്. ഓക്കേ, നോക്കാം. a minus a dash, b minus b dash equal to y. So a minus ഇവിടെ a minus a dash b minus b dash which is equal to 0, some y എഴുതാം. So a minus a dash is equal to 0 and a is equal to a dash. Okay, a is equal to a dash എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ റിലേഷൻ x related to y if and only if x minus y belongs to y എന്ന് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്?
എ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കോർഡിനേറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കണം അല്ലെ, ഫസ്റ്റ് കോർഡിനേറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതിന് നമ്മൾ നോക്കാം ഈ റിലേഷൻ എന്താണ്, ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ്, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ, ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ്. ഒരു ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇക്വാലൻസ് റിലേഷൻ കിട്ടിയാൽ ആ റിലേഷൻ എന്ത് ചെയ്യും, R2 എന്നുള്ള സെറ്റിനെ പാർട്ടീഷൻ ചെയ്യും അല്ലെ, പാർട്ടീഷൻ ഇൻടു ഡിസ്ജോയിന്റ് ഇക്വാലന്റ് ക്ലാസ് ആക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യും. ആ ഇക്വാലന്റ് ക്ലാസിന്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ പറഞ്ഞത്, അതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ്, അതിന്റെ എലമെന്റ്സിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ നമ്മൾ പറയാം ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു, ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു, ഈ പോയിന്റ് ഞാൻ സം A0 ആയിട്ടാണ് എടുക്കുന്നത് അല്ലെ, A0 എടുത്തു. ഈ എലമെന്റിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഫസ്റ്റ് കോർഡിനേറ്റ് എന്തായിരിക്കും, എന്താണ് നമ്മൾ പറഞ്ഞത്, വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും അല്ലെ, ഫസ്റ്റ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. സോ ഫസ്റ്റ് കോർഡിനേറ്റ് സെയിം ആയിട്ട് ഇതിനോട് റിലേറ്റ് ആയിട്ട് അടുത്ത എലമെന്റ് ഇവിടെ ഉണ്ടായിരിക്കും, ഇവിടെ എനിക്ക് കാണാൻ പറ്റും. അതായത് ലൈൻ പാരലൽ വരച്ചു അല്ലെ, ഈ എലമെന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഈ പാരലൽ ലൈനിൽ എടുക്കുക, y ആക്സിനോട് പാരലൽ ആയിട്ടുള്ള ഈ ലൈനിൽ എടുക്കുക. ഓക്കെ, ഞാൻ വേറെ എലമെന്റ് എടുത്തു, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഇവിടെ ഉണ്ടാവുക, ഈ ലൈനിലാണ് ഉണ്ടാവുക. വേറെ എലമെന്റ് എടുത്തു, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഈ ലൈനിലാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ പാരലൽ ലൈൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ, പാരലൽ ലൈൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല ഇതിന്റെ ഇടയിലൊക്കെ കുറെ ലൈൻസ് ഉണ്ടാവും, കാരണം ഈ എലിമെന്റ്സ് ഒക്കെ ഈ ഓരോ ലൈൻസിന്റെ യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം, R2 കിട്ടണം. കാരണം ഇക്വലന്റ് ക്ലാസ് ആയിട്ടാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്, അതിലെല്ലാം യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം, R2 കിട്ടണം. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ ഓരോ എലിമെന്റ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് കിട്ടി, ഇവിടെ കിട്ടി. ഇനി ഈ ഇക്വലന്റ് ക്ലാസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോസെറ്റ് ആയിട്ട് പറയുന്നത്. സോ R2 over y എന്നുള്ള പറഞ്ഞ സെറ്റ് എന്താണ്, ഈ ഇക്വലന്റ് ക്ലാസ് ആണ്. അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് box x such that box x is equal to x plus y such that x belongs to R2. Okay, x belongs to R2. ഇനി നമുക്ക് ഫസ്റ്റ് ഒബ്സർവേഷൻ, രണ്ട് ലൈൻസ് എടുക്കുകയാണ് നമ്മൾ ഓരോ ഒബ്സർവേഷൻ ആയിട്ട് കൊണ്ടുവരാണ്. പ്രൂഫ് നമ്മൾ പിന്നീട് മറ്റൊരു വീഡിയോ, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. നമുക്ക് നോക്കാം, R2 എടുക്കാം. ഓക്കെ, രണ്ട് ലൈൻസ് എടുത്തു. അപ്പൊ ഈ ഓരോ ലൈൻസ് എന്താണ്, ഓരോ കോസെറ്റ് ആണ് അല്ലെ. ഇതിനെ ഞാൻ ബോക്സ് എക്സ് എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ ബോക്സ് വൈ എന്ന് വിളിച്ചു. ഓക്കെ, ബോക്സ് എക്സ് എന്ന് വിളിക്കുക, ഇതിന് ബോക്സ് വൈ എന്ന് വിളിക്കാം. ഈ രണ്ട് ലൈൻസ് എന്താണ്, പാരലൽ ലൈൻസ് ആണ് അല്ലെ. രണ്ട് ലൈൻസ് എന്താണ്, പാരലൽ ആണ്. പാരലൽ ലൈൻസിന്റെ പ്രത്യേകത എന്താ, രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഈ രണ്ട് ലൈൻസിന്റെ പ്രത്യേകത എന്താണ്, L1 എടുത്തു, L2 എടുത്തു, രണ്ടിനെയും കോമൺ ആയിട്ട് പോയിന്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് L1 ഇന്റർസെക്ഷൻ L2 ഈക്വൽ ടു 5. സപ്പോസ് ഇതിന് കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കും. L1 ഈക്വൽ ടു L2. ഇവിടെയെങ്കിലും ഒന്ന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് കോമൺ ആയിട്ട് പോയിന്റ് ഉണ്ട് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലേ. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ പിന്നെ ചാൻസ് ഉള്ളത് എന്താണ്, L1 ഈക്വൽ ടു L2. സോ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഒബ്സർവേഷൻ കിട്ടുന്നത് എന്താണ്, ബോക്സ് എക്സ് ഇന്റർസെക്ഷൻ either box x intersection y is equal to 5 or box x is equal to box y. Okay, ഒന്നെങ്കിൽ ഈ രണ്ട് കോസെറ്റുകളുടെ ഇന്റർസെക്ഷൻ 5 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് ഇന്നത്തെ ഒബ്സർവേഷൻ ആണ്, ജനറൽ ആയിട്ട് ട്രൂ ആണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രൂവ് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഒബ്സർവേഷൻ അത് കിട്ടി. ഇനി നോക്കാം ഈ എലമെന്റിന്റെ പ്രത്യേകത എന്താ, ഈ ഒരു എലമെന്റിന്റെ പ്രത്യേകത സപ്പോസ് ഇവിടെ ഒരു 1 0 ആണ് വിചാരിക്കുക, ഈ പോയിന്റ് 1 0 1 0നോട് റിലേറ്റഡ് ഉള്ള എല്ലാ പോയിന്റ്സും ഇവിടെ ഉണ്ടാവാം. 1 1 1 2 എല്ലാ പോയിന്റ്സും ഇവിടെ ഉണ്ടാവാം. ഇത് ഇവിടുന്ന് എത്ര യൂണിറ്റ് ഡിസ്റ്റൻസിലാണുള്ളത്, 1 യൂണിറ്റ് ഡിസ്റ്റൻസ്. സോ നമുക്കൊരു എക്സ് എന്നുള്ള ബോക്സ് എക്സ് എന്നുള്ള എടുത്താല് നമുക്ക് എന്ത് പറയാം, ബോക്സ് എക്സ്, ഇത് ബോക്സ് വൈ ആണ്. സോ ഇവിടെ നിന്നിട്ട് എന്താണ്, ഇതിനെ നമുക്ക് എന്ത് പറയാം, ബോക്സ് എക്സ് അല്ലെ. ബോക്സ് എക്സ് എന്ന് പറഞ്ഞാല് സം എക്സ് പ്ലസ് E1 അല്ലെ, എക്സ് പ്ലസ് E1. E1 ഇവിടെ എന്താണ്, y ആണ്. ഓക്കെ, E1 എന്താണ്, y ആണ്. അപ്പൊ ഇത് ഇവിടെ എത്രയും ഡിസ്റ്റൻസ് അകലെയാണ്, ഇത് ഇവിടെ എത്രയാണ്, ഇത്രയും ഡിസ്റ്റൻസ് അകലെയാണ്. ഓക്കെ, സപ്പോസ് നമുക്ക് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്, ഇത് ഇവിടുന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്, ഇത് ഇവിടുന്ന് ഒരു എക്സ് യൂണിറ്റ്, സോറി ഇവിടുന്ന് ഒരു y യൂണിറ്റ് അകലെയാണ്.
ഓക്കെ, ഈ ലൈനിനെ y ആക്സിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാല് ഈ y ആക്സിസിനെ x യൂണിറ്റ് മാറ്റി വെച്ചു. അതാണ് ബോക്സ് എക്സ്. അതുപോലെ തന്നെ ഈ y ആക്സിനെ y യൂണിറ്റ് മാറ്റി വെച്ചു. അതാണ് ബോക്സ് y എന്ന് വിചാരിക്കാം. y യൂണിറ്റ് മാറ്റിയാണ് ബോക്സ് y എന്ന് വിചാരിക്കാം. സപ്പോസ് നമുക്കറിയാം, നമുക്ക് നോക്കാം, x പ്ലസ് y ഈക്വൽ ടു y പ്ലസ് y എന്ന് പറഞ്ഞാൽ എന്താ? y ആക്സിനെ x യൂണിറ്റ് മാറ്റിയതും y ആക്സിനെ y യൂണിറ്റ് മാറ്റിയതും സെയിം ആണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈനും സെയിം ആണെന്നല്ലേ അർത്ഥം? ഈ രണ്ട് ലൈനും സെയിം ആണെന്നാണ് അർത്ഥം. ഈ രണ്ട് ലൈനിനെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു, അതായത് ഈ ലൈനിനെ ഞാൻ ഇങ്ങോട്ട് കൊടുത്താണ് എന്ന് പറയുന്നത്. അപ്പൊ x എന്ന് പറഞ്ഞാൽ ഞാൻ ab എന്ന് എടുത്തു. ab പ്ലസ് y ഈക്വൽ ടു a ഡാഷ് b ഡാഷ് പ്ലസ് y എന്ന് എഴുതാം. ഓക്കെ, ab എന്നുള്ള വെക്ടർ a ഡാഷ് b ഡാഷ് എന്നുള്ള വെക്ടർ. അപ്പൊ ഇതിനെ നമുക്ക് ഈ ലൈനിനെ ഇങ്ങോട്ട് കൊടുത്താല് ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ab ആൻഡ് അതിന് നമ്മൾ ab മൈനസ് a ഡാഷ് b ഡാഷ് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് നോക്കാം. ഓക്കെ, ഈ ലൈനിനെ ഇങ്ങോട്ട് കൊടുത്താല് നമുക്ക് ab മൈനസ് a ഡാഷ് b ഡാഷ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെന്താണ്? a മൈനസ് a ഡാഷ് ആൻഡ് b ഡാഷ് മൈനസ് b. ഓക്കെ, ഇനി ഈ ലൈനിനെ ഇങ്ങോട്ട് കൊടുത്താല് ഇത് രണ്ടും സെയിം ലൈൻ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ab പോയി, a ഡാഷ് b ഡാഷ് പോയി, ഇവിടെ നമുക്ക് ab പോയി. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് എന്തായി? സെയിം ലൈനിലായി. a ഡാഷ് b ഡാഷും ab എന്ത് ലൈനിലായി? ഒരേ ലൈനിലായി. ഒരേ ലൈനിലായി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയി. ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയാൽ ഈ എലിമെന്റ് എന്തായി പോകും? 0 ആയി പോകും. 0 ആൻഡ് b ഡാഷ് മൈനസ് b. ഫസ്റ്റ് എലിമെന്റ് 0 ആയി കഴിഞ്ഞാല് നമുക്ക് എന്ത് പറയാം? ഈ എലിമെന്റ് എവിടെയൊക്കെ ഉണ്ടാവുക? ഫസ്റ്റ് എലിമെന്റ് 0 ആയാലും ഈ എലിമെന്റ് എവിടെയൊക്കെ ഉണ്ടാവുക? which belongs to y axis. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ എന്താണ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് നമുക്ക് ഈ കോസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ a ഡാഷ് b ഡാഷ് എന്നുള്ള വെക്ടർ കൊണ്ട് ആഡ് ചെയ്തതാണ്. ഓക്കെ, ബോക്സ് y എന്ന് പറഞ്ഞാല് a ഡാഷ് b ഡാഷ് എന്ന വെക്ടർ കൊണ്ട് ആഡ് ചെയ്തു. ആൻഡ് ബോക്സ് x എന്ന് പറഞ്ഞാല് ab എന്നുള്ള വെക്ടർ കൊണ്ട് ആഡ് ചെയ്തു. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാല് ബോക്സ് x ഈക്വൽ ബോക്സ് y എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ ലൈനിനെ ബോക്സ് y എന്നുള്ള ഈ ലൈനിനെ നമുക്ക് ഇങ്ങോട്ട് കൊടുത്തു വെച്ചാണ്, ഈ ലൈനിന്റെ മേലേക്ക് വെച്ചാണെന്ന് പറയാം അല്ലെ? ബോക്സ് വൈനെ ഈ ലൈനിന്റെ മേലേക്ക് വെച്ചാണെന്ന് പറയാം. അതായത് ബോക്സ് വൈനെ a ഡാഷ് b ഡാഷും a b എന്നുള്ള എന്താണ്? ഒരേ ലൈനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. a ഡാഷ് b ഡാഷും a b എന്നുള്ള വെക്ടറും ഒരേ ലൈനിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തത് പ്രകാരം നമുക്ക് കിട്ടി അതിന്റെ രണ്ട് ഫസ്റ്റ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ റിലേഷൻ വന്നിട്ടുള്ളത്. a ഈക്വൽ ടു a ഡാഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ab മൈനസ് a ഡാഷ് b ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയി പോകും. ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? which belongs to y എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ ഒബ്സർവേഷൻ കിട്ടിയത് എന്താണ്? x പ്ലസ് y ഈക്വൽ ടു y പ്ലസ് y ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? x മൈനസ് y belongs to y എന്ന് കിട്ടി. സോ നമുക്കൊരു തേർഡ് ഒബ്സർവേഷൻ ഈസ് x പ്ലസ് y ഈക്വൽ ടു y പ്ലസ് y will imply x minus y belongs to y. Okay, x minus y belongs to y. ഇത് ഒരു ഇംപ്ലിക്കേഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഇംപ്ലിക്കേഷൻ എങ്ങനെ നോക്കാം? ഇവിടെ അതുപോലെ തന്നെ നമുക്ക് y ആക്സിൽ ഒരു പോയിന്റ് എടുത്തു. y ആക്സിൽ ഒരു പോയിന്റ് എടുത്തു. സം 0 y എന്നുള്ള പോയിന്റ് എടുത്തു. 0 y എന്നുള്ള ഒരു പോയിന്റ് എടുത്തു. 0 y എന്നുള്ള പോയിന്റിന്റെ രണ്ട് വെക്ടേഴ്സിന്റെ ഡിഫറൻസ് ആക്കി എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? ab മൈനസ് a ഡാഷ് b ഡാഷ് എന്ന് എഴുതാം. പക്ഷേ എയും a ഡാഷും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ 0 കിട്ടുള്ളൂ. ഓക്കെ, which belongs to ab മൈനസ് a ഡാഷ് a b ഡാഷ് എന്ന് കിട്ടും. which belongs to y എന്ന് കിട്ടും. ഓക്കെ, അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് പറയാൻ പറ്റും? y ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡിഫറൻസ് y ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആഡ് ചെയ്താൽ ab പ്ലസ് y which is equal to a dash ab പ്ലസ് a dash b dash പ്ലസ് y ആണ് നമുക്ക് തിരിച്ചും പറയാൻ സാധിക്കും. അതെന്താണ്? ഇങ്ങോട്ടുള്ള ഇംപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യും. x മൈനസ് y ബിലോങ്സ് ടു y ആയാല് x പ്ലസ് y ഈക്വൽ ടു y പ്ലസ് y ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ എന്താണ്? ഇത്ര ഒബ്സർവേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിച്ചു. ഓക്കെ, ഇനി നോക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ലൈനിനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാന്
ഇവിടുത്തെ എലമെന്റിന്റെ ആവശ്യം ഇല്ല, എനിക്ക് ഇവിടുത്തെ എലമെന്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ തന്നെ മതി അല്ലെ. ഈ എലമെന്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്താൽ മതി. ഈ ലൈനിനെ റെപ്രസെന്റ് ചെയ്യാൻ എനിക്ക് ഈ ഒരു പോയിന്റിന് ആവശ്യമില്ല, ഇവിടുത്തെ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം അല്ലെ. അതായത് എനിക്ക് ഈ സെറ്റിനെ ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, R2 over y എന്നുള്ളതിനെ സെറ്റ് ഓഫ് ഓൾ x0 പ്ലസ് y ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി അല്ലെ. സെറ്റ് ഓഫ് ഓൾ x0 പ്ലസ് y ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി such that x belongs to R. ഓക്കെ, x0 പ്ലസ് y ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്താൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്ര x0 x യൂണിറ്റ് വരിക എന്ന് പറഞ്ഞാലും ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതും അതേ യൂണിറ്റ് തന്നെയാണ്, മാറ്റില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതും അതേ യൂണിറ്റ് തന്നെയാണ്, മാറ്റില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ y ആക്സിലൂടെ ഇവിടുന്ന് ഇത്രയും ദൂരം വരിക എന്ന് പറഞ്ഞാലും, സോറി x ആക്സിലൂടെ ഇവിടുന്ന് ഇത്രയും ദൂരം വരികയാണെന്ന് പറഞ്ഞാലും ഇവിടെ ഇത്രയും ദൂരം വരികയാണെന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്, സെയിം ആണ്. ബിക്കോസ് ദീസ് ആർ പാരലൽ ലൈൻസ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, x0 പ്ലസ് y ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം. ഇത് റെപ്രസെന്റ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഈ എലമെന്റ്സിനൊക്കെ എന്ത് ചെയ്യാം, അതായത് x0 പ്ലസ് y, ഇതിനൊക്കെ എങ്ങനെ എഴുതാം, x ഇൻറ്റു 10 പ്ലസ് y. ഇതിനൊക്കെ എങ്ങനെ എഴുതാം, x ഇൻറ്റു ബോക്സ് 10 അല്ലെ, ബോക്സ് 10, x ഇൻറ്റു ബോക്സ് 10. അതായത് R2 ഓവർ y നെ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്താൽ മതി. x എന്താണ്, ഒരു സ്കാലർ ആണ്, സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ബോക്സ് 10, ഒരു എലമെന്റ്. ഈ ഒരു എലമെന്റ് ആണ്, ഇതിന്റെ ഒരു വെക്ടർ ആണ്. ഈ R2 ഓവർ y ലെ എല്ലാ എലമെന്റ്സിനെയും കിട്ടാൻ എനിക്ക് എന്താ മതി, ഈ ഒരൊറ്റ ഇത് ചെയ്താൽ മതി. x ന്റെ വാല്യൂസ് മാറ്റി മാറ്റി കൊടുത്താൽ മതി. x ന്റെ വാല്യൂസ് മാറ്റി മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഓരോ ലൈൻസ് ഇങ്ങനെ പാരലൽ ആയിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ ഡയമെൻഷൻ എന്താണ്, അതായത് 10 എന്നുള്ള എലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, R2 ഓവർ y നെ മൊത്തം സ്പാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, R2 ഓവർ y നെ മൊത്തം ചെയ്യുന്നുണ്ട്, സ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 10 ബോക്സ് 10 സ്പാൻസ് R2 ഓവർ y എന്ന് കിട്ടും. ആൻഡ് ഇതൊരു സിംഗിൾ എലമെന്റ് ആണ് അല്ലെ, സിംഗിൾ എലമെന്റ് ആണ്, നോൺ സീറോ എലമെന്റ് ആണ് അല്ലെ. ഇതൊരു എന്താണ്, നോൺ സീറോ എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, നോൺ സീറോ എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. സോ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ്, ഒരു കോഴ്സ് സ്പേസിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റുകളെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. ജസ്റ്റ് മാത്രം ആലോചിച്ച് നോക്കുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ അതിന്റെ ബേസിൽ എത്ര എലമെന്റ് ഉള്ളൂ, ബേസിൽ ഒരു എലമെന്റ് ഉള്ളൂ, ബോക്സ് 10. സോ R2 ഓവർ y ന്റെ ഡയമെൻഷൻ എന്താണ്, ഡയമെൻഷൻ ഓഫ് R2 ഓവർ y is equal to 1. ഓക്കെ, ഡയമെൻഷൻ ഓഫ് R2 ഓവർ y is equal to 1 എന്ന് കിട്ടും. ഇനി നോക്കുക, 1 നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു പ്രത്യേകത 2 - 1 ആക്കി എഴുതാം. അതായത് ഡയമെൻഷൻ ഓഫ് R2 മൈനസ് ഡയമെൻഷൻ ഓഫ് y. നമുക്കൊരു ഒറ്റൊരു ഒബ്സർവേഷൻ ആണ്, ഈ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്കൊരു ഒബ്സർവേഷൻ കിട്ടി, ഫോർ is finite dimensional, then dimension of E over E1 is equal to dimension of E minus dimension of E1. Okay, dimension of E over E1 is equal to dimension of E minus dimension of E1. ഓക്കെ, അപ്പൊ നമ്മള് R2 ഓവർ y ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള ഒരു ജിയോമെട്രി നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്സർവേഷൻ ഈ ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് E മൈനസ് E1 is equal to dimension of E minus dimension of E1. ഇത് എപ്പോഴും ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് പറയാൻ പറ്റും. അതിനാണ് നമ്മളിവിടെ ഈ ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെന്നുള്ളത് നമ്മൾ പിന്നീട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും. ഇനി നമുക്ക് ഈ ഇൻഫിനിറ്റ് ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുമെന്ന് നോക്കാം. ഈ ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൈറ്റ് വാല്യൂ കിട്ടുമെന്നുള്ളത് നോക്കാം, ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് ഇൻഫിനിറ്റ് ഡയമെൻഷൻ ആയിട്ട് ഒരു സ്പേസ് വേണം. അങ്ങനെ എടുക്കുന്നത് set of all convergent sequences എടുത്തു. Okay, set of all നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നു C is equal to set of all convergent sequences. സബ്സ്പേസ് തന്നെയാണ് എടുക്കുന്നത്, C0 എടുക്കുകയാണ്, converges to 0. C0 എന്നുള്ളത് കൺവേർജൻസ് ടു 0 ആയിട്ടുള്ള സീക്വൻസുകളുടെ സ്പേസ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇനി CO നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇവിടുത്തെ എലമെന്റ്സ് ഏതായിരിക്കും, സീക്വൻസസ് ആയിരിക്കും. ഇവിടുത്തെ സീക്വൻസ് ആണ് സീക്വൻസ് കൺവേർജൻസ് ടു 0. അതായത് xn റിലേറ്റഡ് ടു yn if and only xn minus yn belongs to C0. xn minus yn belongs to C0.
xn ഉം yn ഉം രണ്ട് സീക്വൻസും റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ xn മൈനസ് yn എന്നുള്ളത് c0 ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി നോക്കുക xn മൈനസ് yn ബിലോങ്സ് c0 എന്ന് പറഞ്ഞാൽ c0 ലുള്ള എല്ലാ സീക്വൻസും xn മൈനസ് y xn ഉം y നും സീക്വൻസ് ആണ്. സോ xn മൈനസ് y എന്താണ് സീക്വൻസ് ആണ്. സോ c0 ലുള്ള എല്ലാ സീക്വൻസുകളും എങ്ങോട്ടാണ് പോകുന്നത് 0 ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്താ പറയാം ലിമിറ്റ് xn മൈനസ് yn is equal to 0. സോ ഇത് നമുക്ക് എന്താ പറയാം ലിമിറ്റ് xn is equal to ലിമിറ്റ് yn. അതായത് നമുക്ക് കിട്ടിയ എന്താണ് xn റിലേറ്റഡ് ടു yn ആണെങ്കിൽ if and only അതിന്റെ ലിമിറ്റുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. കോൺവേഴ്സ്ലി ലിമിറ്റ് xn ഇവിടെ if and only ആണ്. സോ കോൺവേഴ്സ് ആയിട്ട് നമുക്ക് പറയാം ലിമിറ്റുകൾ രണ്ട് സീക്വൻസുകളുടെ ലിമിറ്റുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സീക്വൻസ് എന്തായിരിക്കും റിലേറ്റഡ് ആയിരിക്കും. സോ xn ന്റെ ലിമിറ്റ് ഞാൻ a എന്ന് എടുത്തു, a എന്ന് റെപ്രസെന്റ് ചെയ്യാം xn ന്റെ ലിമിറ്റിനെ. അങ്ങനെയാണെങ്കിൽ a യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് അതായത് സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാം ഒരു ഇക്വാലന്റ് ക്ലാസ്. This is the equivalent class. Okay, a is a real number. A is a real number. So a യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സീക്വൻസുകൾ ഒരു ഇക്വാലന്റ് ക്ലാസ്. b എടുത്തു, b യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് മറ്റൊരു ഇക്വാലന്റ് ക്ലാസ്. ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ ഒരു കാരണം ഉണ്ട് നമുക്ക് പറയാം. ഓക്കെ, 0 ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ, 0 ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും, അത് ഒരു ഇക്വാലന്റ് ക്ലാസ്. c ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ സീക്വൻസുകളുടെ കളക്ഷൻ എടുത്താൽ അതെന്താണ് ഒരു ഇക്വാലന്റ് ക്ലാസ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ ഒരു x ആക്സിസ് ഒരു y ആക്സിസ് ആയിട്ട് എടുത്താൽ നേരത്തെ കിട്ടിയ ഒരു y ആക്സിസ് ഇത് കിട്ടി, പാരലൽ ആക്സിസ് കിട്ടി. വരയ്ക്കാൻ ഒരു കാരണം നമ്മൾ പിന്നീട് പറയാം. ഓക്കെ, അപ്പൊ a മാറുന്നതിനനുസരിച്ച് ഇക്വാലന്റ് ക്ലാസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം xn കൺവേർജസ് ടു a ആണെന്നുണ്ടെങ്കിൽ a ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സീക്വൻസുകളൊക്കെ ഒരു ഇക്വാലന്റ് ക്ലാസ്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഒരു എലമെന്റ്സിനെ c ഓവർ c0 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം സെറ്റ് ഓഫ് ഓൾ a പ്ലസ് c0 ആയിട്ട് എന്ത് ചെയ്യാം റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ a പ്ലസ് c0. a മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ഈ ഓരോ ഇക്വാലന്റ് ക്ലാസ്സും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ a പ്ലസ് c0 such that a belongs to R. റിയൽ നമ്പർ ആയിരിക്കും a പ്ലസ് c0. സോ ഇതിനെ എങ്ങനെ എഴുതാം a പ്ലസ് c0 ബോക്സ് a പ്ലസ് c0 which is equal to a into 1 plus c0. അതായത് is equal to a into ബോക്സ് 1. അത് ഇവിടെ സെറ്റ് ആണ്. a into ബോക്സ് 1. ഓക്കെ, നോക്കുക നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ് a മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ലിമിറ്റ് പോയിന്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ ഓരോ ലിമിറ്റ് പോയിന്റിനും റിലേറ്റഡ് ആയിട്ടുള്ള സീക്വൻസുകൾ നമുക്ക് ഇങ്ങനെ ഓരോ പാരലൽ ലൈൻസ് പോലെ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഓരോ പാരലൽ ലൈൻസ് പോലെ ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ a എന്താണ് ഒരു സ്കാലർ ആണ്. അപ്പൊ അതും തീരുന്നില്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഡയമെൻഷൻ പറയാൻ സ്കാലറിന്റെ ആവശ്യമില്ല. അപ്പോ 1 എന്നുള്ളത് കിട്ടി, ഒറ്റ എലമെന്റ് ആണുള്ളത്, നോൺ സീറോ എലമെന്റ് ആണ്. നമുക്ക് എന്ത് പറയാം ഡയമെൻഷൻ ഓഫ് c over c0 is equal to 1. ഓക്കെ, അപ്പൊ ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷനിലുള്ള ഒരു എലമെന്റ് എടുത്തപ്പോ നമുക്ക് കിട്ടിയ എന്താണ് ഇവിടെ ഒരു ഫൈനൈറ്റ് വാല്യൂ c over c0 ചെയ്യുമ്പോൾ ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കുക ഇതിന്റെ ഡയമെൻഷൻ 1 ആണ്. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് ഡയമെൻഷൻ ഓഫ് r over y, r2 over y എന്നാണ് 1 കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് v ഒരു വെക്ടർ സ്പേസ് ആണ്. ഓക്കെ, v ഒരു വെക്ടർ സ്പേസ് ആണ്. v ഒരു വെക്ടർ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്താണെന്ന് വിചാരിക്കുക. അതിന്റെ w എന്നുള്ളത് എന്താണ്? സോ നമുക്ക് ഇവിടെ നിന്ന് എന്താ പറയാം r2 over y ന്റെ ഡയമെൻഷൻ 1 ആണ്, c over c0 ന്റെ ഡയമെൻഷൻ 1 ആണ്. സോ നമുക്ക് ഇത് രണ്ട് സ്പേസ് നമുക്ക് എന്താണെന്ന് പറയാം ഐസോമോർഫിക് ആണെന്ന് പറയാം. കാരണം നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് x ആണ്. x മാറുന്നതിനനുസരിച്ച് മാറും, ഇവിടെ a മാറുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട്. നമുക്ക് എന്താ പറയാ ഒരു 1 on 1 മാപ്പിംഗ് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് രണ്ടും ഈ c over c0 എന്നുള്ളതും r2 over y എന്നുള്ളതും എന്താണ് ഐസോമോർഫിക് ആണെന്ന് പറയാം. ഡയമെൻഷൻ നമുക്ക് എന്താണ് 1 ആണ് കിട്ടി. സോ നമുക്ക് എക്സാമ്പിളിലൂടെ നമുക്കത് കാണിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞത് കോഷ്യൻ സ്പേസുകളെ കുറിച്ചാണ്. ഇപ്പൊ നമുക്ക് കോഷ്യൻ സ്പേസ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും. എന്താണ് നമ്മളിവിടെ കോഷ്യൻ സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് റിലേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, റിലേഷൻ വെച്ചിട്ടാണ് കോസെറ്റ്സുകളുടെ കളക്ഷൻ എടുത്തിട്ടുള്ളത്.
ജോമെട്രി കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു ക്വോഷ്യൻ സ്പേസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഇ എന്നൊരു വെക്ടർ സ്പേസ്, E1 എന്നുള്ള സബ് സ്പേസ് എടുക്കുക. പിന്നെ എന്ത് ചെയ്താൽ മതി? റിലേഷൻ ഡിഫൈൻ ചെയ്താൽ അതിന് നമുക്ക് ഇക്വാലൻസ് റിലേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. എങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി? x റിലേറ്റഡ് ടു y if and only x minus y belongs to E1 എടുത്താൽ നമുക്ക് ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ ദാറ്റ് ഇക്വാലൻസ് റിലേഷൻ പാർട്ടീഷൻ ദി entire set into disjoint equivalent classes. So these equivalent classes are called the cosets. And ഈ കോസെറ്റുകളുടെ കളക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും? അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ഡിഫൈൻ ചെയ്യും. ആ ഡിഫൈൻ ചെയ്തത് വെൽ ഡിഫൈൻഡ് ആണെന്ന് തെളിയിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ആൻഡ് അതിന്റെ ഇക്വലന്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഇക്വലന്റ് ക്ലാസ് എന്തായിരിക്കും? ഡിസ്ജോയിന്റ് ആയിരിക്കും. അതർവൈസ് ദേ ആർ ഈക്വൽ. ആൻഡ് ഇക്വലന്റ് ക്ലാസുകളുടെ മറ്റൊരു പ്രത്യേകത x plus y equal to y plus y if and only if x minus y belongs to y. നമുക്കറിയാം, നമുക്ക് ജോമെട്രിക്കൽ നമ്മൾ കാണിച്ചു. അതുപോലെ തന്നെ ഈ ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് E over E1 is equal to ഡയമെൻഷൻ ഓഫ് E minus ഡയമെൻഷൻ ഓഫ് E1. നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളുടെ പ്രൂഫാണ്. ഈ പ്രൂഫ് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ടുഡേ വി ആർ വൈൻഡ് അപ്പ് ദി ക്ലാസ് ആൻഡ് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്ത് E over E1 എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്തു. ക്വോഷ്യൻ സ്പേസ് ആണ്. അതിൽ ലീനിയർലി ഇൻഡിപെൻഡൻസ് എങ്ങനെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളതും സ്പാനിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാറുണ്ട്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി ക്ലാസ് ടുഡേ. പ്ലീസ് കമന്റ് യുവർ ഡൗട്ട്സ് ആൻഡ് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി ക്ലാസ്. താങ്ക് യു.